പണ്ട് എന്നെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നെ കുട്ടികളൊക്കെ കളിയാക്കുന്നത് കുട്ടി സ്രാങ്ക് എന്ന് വിളിച്ചിട്ടാണ്. അപ്പോൾ ഈ കുട്ടി സ്രാങ്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളെ കമ്പനീൻ്റെ പേര് സ്രാങ്ക് എന്നാണ്. അപ്പോൾ ഒരു സമയത്ത് അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു ദേഷ്യവും ഒരു ഇറിറ്റേഷനൊക്കെ കുട്ടി സ്രാങ്ക് എന്ന് പറയുമ്പോൾ. പക്ഷെ പിൻകാലത്ത് ഞാൻ വലുതായി വന്നപ്പം ആക്ച്വലി അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട്, എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. ഞാൻ സ്രാങ്കാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ആദ്യം നമ്മളെ കമ്പനി. അതായത് വീടിൻ്റെ ആക്ച്വലി ഞാൻ ജനിച്ച് വീണതിൻ്റെ കമ്പനീൻ്റെ ഉള്ളിലൊക്കെയെന്ന് പറഞ്ഞാൽ അതിലൊരു എക്സാഗറേഷൻ ഒന്നുമില്ല. എക്സാക്ട്ലി അത് തന്നെയാണ്. നമ്മൾ ചെറുപ്പം മുതൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തും നിറച്ച്, പലരും ഇപ്പോഴും ചോദിക്കില്ല, മുറ്റത്ത് നിറച്ച് കളി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വീടല്ലേ. അപ്പം ചിലവർ വീട്ടിൽ വന്നിട്ട് ഇവിടെ ആൾ താമസം ഉണ്ടോ ചോദിക്കും. കാരണം ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, മുറ്റത്തുണ്ടാവും, ഇൻഡസ്ട്രിയൽ പണിക്കാരുണ്ട്, പെയിൻറ്റിങ് പണിക്കാരുണ്ട്, പുറത്തുനിന്ന് കാണുന്നവർക്ക് എങ്ങനെ ഈ വീട്ടിലെ ആൾക്കാർ ജീവിക്കുക എന്നുള്ളൊരു തോട്ടേന് ആക്ച്വലി. അപ്പം ചെറുപ്പത്തിൽ അത് എനിക്ക് കുട്ടി സ്രാങ്ക് എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ വന്നത് പിൻകാലത്ത് എനിക്കത് ഇപ്പം എൻ്റെ ഒരു ലെഗസി ആയിട്ട് മാറി. ഞാൻ ആരോട് ചോദിക്കുമ്പോഴും ഞാൻ ഇന്ന് ഈ ലെഗസിയാണ് പറയുന്നത്. എൻ്റെ വല്യപ്പ തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ ഫാദറും ഞാനും കൂടിയാണ് ഇന്ന് ഈ കമ്പനി റൺ ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 10-40 വർഷത്തിന് മേലായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ വരുന്നത് അതായത് ചെറിയ പ്രായത്തിൽ കുട്ടി സ്രാങ്കെന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ പിൻകാലത്ത് അത് ഭയങ്കര അടിപൊളിയായി. ഇപ്പം അതാലോചിക്കുമ്പോൾ ഭയങ്കര തമാശയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മായാവി സിനിമയിൽ സലീം കുമാറിനെ കുട്ടി സ്രാങ്കെ എന്ന് വിളിക്കും. ആ സിനിമയിലൂടെയാണ് ഈ സ്രാങ്ക് എന്നുള്ള പേരിന് ഒന്നും കൂടി പോപ്പുലർ ആയത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും അതൊരു, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന കുട്ടി സ്രാങ്കെ വിളിച്ച പോലെ അതൊരു ഫണ്ണി എലമെൻ്റ് ആയിട്ട് വന്നോണ്ട് നമ്മളെ ബ്രാൻഡിങ്ങിന് അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അറിയാം. അതില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്രാങ്ക് എന്താണെന്നും ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു സ്രാങ്കിൻ്റെ ഒരു ബേസിക് ലൈൻ അവിടെ നിന്നാണ് വരുന്നത്.